رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അസത്യത്തെ അസത്യമായി വേർതിരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു വിശ്വസിക്കുവാനും നല്ലത് മാത്രം സംസാരിക്കുവാനും നല്ലത് മാത്രം പ്രവർത്തിക്കുവാനും നല്ലത് മാത്രം ഉൾക്കൊള്ളുവാനും സർവശക്തൻ നമുക്ക് തുണ നൽകട്ടെ. നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു പൊരുത്തപ്പെട്ട നിലയിലാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ഈ സമാപന പരിപാടിയിൽ നമ്മളെല്ലാവരെയും ആദ്യം സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങൾ നമുക്കെല്ലാവർക്കും പൊരുത്തം തന്നു. അതു കഴിഞ്ഞു ഇപ്പോൾ ഈ യോഗം നാം നടത്തുകയാണ്. ഈ യോഗത്തിൽ വളരെയധികം സാദാത്തുക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഖാദിമാരുണ്ട്, ഒരുപാട് ഗവൺമെൻറ് ആൾക്കാരുണ്ട്, ഗവൺമെൻറ് സെക്ഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ മുസ്ലിം സംഘടനയിലെ നേതാക്കളുണ്ട്, ഉസ്താദന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും ഈ മഹത്തായ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഹനീഫാജി അവർകൾ, അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികൾ, താജുൽ ഉലമയുടെ മൂത്ത മകനായ സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ അവർകൾ, അതുപോലെ തന്നെ ഫസൽ കോയമ്മ തങ്ങളുടെ മകൻ അബ്ദുറഹ്മാൻ മസ്ഊദ് തങ്ങൾ അവർകൾ, എൻ്റെ സഹപ്രവർത്തകൻ ഇബ്രാഹിം ഹാജി അവർകൾ, അതുപോലെ തന്നെ എല്ലാവരുടെയും പേര് പറയാൻ പോയെങ്കിൽ എനിക്ക് അത് ചിലരുടെ പേര് മറക്കും, ചിലർ പേരുടെ ഓർമ്മ വരും. അപ്പോൾ പറയാത്ത ആൾക്കാർ ബേജാറാക്കും, എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ തങ്ങൾ. അപ്പോൾ പേര് പറയുന്നത് തന്നെ വേണ്ട, നമ്മൾ ഡയറക്റ്റ് നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരാം. ആദ്യമായി ഇവിടെ ഈ ഉറൂസ് പരിപാടി നടത്തുന്ന കമ്മിറ്റിക്കാരെ ഞാൻ അഭിനന്ദിച്ചു കൊള്ളുന്നു. കാരണം അവർ ഇവിടെ അധികാരം ഏറ്റെടുത്ത് 1 വർഷം ആയിട്ടുള്ളൂ. ഇത് 2ാമത്തെ വർഷമാണ്. ഇത്ര വലിയ ഒരു പരിപാടി ഇവർ ഏറ്റെടുത്തു. ഇതുവരെ, അതായത് ഈ ദിവസം വരെ വമ്പിച്ച വിജയമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 22 ദിവസങ്ങൾ, ഇന്ന് 23ാമത്തെ ദിവസം. കമ്മിറ്റിക്കാർ ഇവിടെ ചെയ്ത സേവനങ്ങൾ അത് വലുതാണ്. അതിനെ നമുക്ക് പ്രശംസിക്കാം. അള്ളാഹു ഈ സേവനങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മഹാനായ സയ്യിദ് കോയമ്മ തങ്ങൾ ഇവിടെ വഫാത്തായപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു?
മഹാനവറുകളുടെ ജനാസയുടെ കൊണ്ടുവരികയും മയ്യത്ത് നമസ്കരിക്കുകയും എന്നിട്ട് കൂറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ സമയത്താണ് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇവിടെ ഒരു പ്രഖ്യാപനം നടത്തിയത്. എന്തായിരുന്നു ആ പ്രഖ്യാപനം? ഇൻഷാ അല്ലാഹ് ഉള്ളാളത്തെ ഞാൻ ഏറ്റെടുക്കുന്നു എന്നായിരുന്നു ആ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം കേട്ട ഉടനെ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് മൂപ്പർ തന്നെ ഇവിടെ ഹാദിയായിട്ട് വരും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ശേഷം, ഒരാഴ്ച കഴിഞ്ഞ ശേഷം അത് സ്ഥിരീകരിക്കപ്പെട്ടു. മഹാനവറുകൾ തന്നെ ഉള്ളാളത്തെ ഏറ്റെടുത്തു, ഇവിടെ ഖാദിയായി. ഈ ഉള്ളാളത്തെ ആൾക്കാർ വലിയ ഭാഗ്യശാലികളാണ്, ഭാഗ്യമുള്ളവരാണ്. എന്തുകൊണ്ട്? മഹാനായ സുൽത്താനുൽ ഉലമയെ ഖാദിയായി കിട്ടുന്നത് അത് വലിയ ബർക്കത്ത് വേണം. കാരണം കോഴിക്കോട് സംയുക്ത ജമാഅത്ത് ഖാദിയായി മഹാനവറുകൾ സ്ഥാനത്തുണ്ട്. ഏകദേശം ഒരു 500-ൽ പരം മഹല്ലിൻ്റെ ഖാദിയാണ് AP ഉസ്താദ് അവറുകൾ. തൊവ്വലല്ലാഹു ഉംറഹു വൽ ആഫിയ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാനെ നിങ്ങൾക്ക് കിട്ടിയത് അത് വലിയ ഭാഗ്യമാണ്. ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും ഉള്ളാളത്ത് ഇല്ല. എല്ലാം വളരെ നേരെയായിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ ഉസ്താദ് വന്നാൽ ഉസ്താദിൻ്റെ മുമ്പിൽ മുഖം നോക്കിയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇപ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒരവസരത്തിൽ കാന്തപുരം ഉസ്താദുമായി സംസാരിക്കുകയും ഒരു ചെറിയ നിലക്കുള്ള ഒരു ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില ചോദ്യങ്ങൾ മഹാനവറുകളോട് ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾ ഞാനിവിടെ ആവർത്തിക്കുന്നു. ഇനി ഈ ചോദ്യത്തെ കൂടി ലൈവിൽ വന്നിട്ടുണ്ട് ചൊന്നിട്ട് അതിനെന്താക്കാറ്, റിക്കാർഡാക്കിയിട്ട് വെച്ചിട്ട് വാട്സപ്പിൽ വിടുറാറ്. ഇതാ തങ്ങ ഇങ്ങനെ ചൊന്തു നോക്കോറു, ഇങ്ങനെ ആയിത്ത് എല്ലാം അങ്ങനെ ആരും ആക്കിയിട്ടുണ്ട. ആദ്യത്തെ ചോദ്യം മഹാനായ AP ഉസ്താദ് അവറുകളോട് ചോദിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വം ആരായിരുന്നു? അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വം ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിന് മഹാനവറുകൾ നൽകിയ മറുപടി, തങ്ങളെ അത് 2 പേരാണ്. ഒന്ന് സയ്യിദ് അവേലത്ത് തങ്ങളും, രണ്ടാമത്തത് മഹാനായ ശൈഖുനാ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇങ്ങനെ 2 പേരാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വങ്ങൾ എന്ന്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്, നിങ്ങൾ ഏറ്റവും ആദരിക്കുന്ന പണ്ഡിതൻ ആരാണ്? അപ്പോൾ കുറച്ച് ആലോചിച്ചു. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, തങ്ങളെ ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് കുറച്ച് ആലോചിക്കേണ്ടി വരും. കാരണം എൻ്റെ ഉസ്താദ് കൂടിയായ ബഹറുൽ ഉലൂം OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഭയങ്കര ഇൽമുള്ള ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പരാമർശിക്കുകയല്ല. ഞാൻ ബഹുമാനിക്കുന്ന ഒരു പണ്ഡിതൻ അത് OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരാണ്. ശരി, പക്ഷേ ഇപ്പോൾ
ആ സ്ഥാനം മഹാനായ താജുൽ ഉലമക്കാണ്. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് താജുൽ ഉലമയാണ്. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 2. ഇനി മൂന്നാമത്തെ കാര്യം ചോദിച്ചത്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഗ്രാൻഡ് മുഫ്തിയാണല്ലോ, എന്താണ് നിങ്ങളുടെ പ്രധാന റോൾ? എന്തായിരുന്നു? നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു? അതിന് മഹാനവറുകൾ നൽകിയ മറുപടി, ഏത് വിഷയം വരുമ്പോഴും ഇസ്ലാമിനെ സംബന്ധിച്ചത്, മുസ്ലിമീങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടത്, ഇങ്ങനെ ഏത് വിഷയം വന്നാലും ഞാനതിന് പ്രതികരിക്കും. ശരിയാണ് അവർ പറഞ്ഞത്. ഏത് കാര്യത്തിലും ഇന്ന് പ്രതികരിക്കുന്ന ഒരു ഉസ്താദ് ഗ്രാൻഡ് മുഫ്തി ഉണ്ടെങ്കിൽ അത് മഹാനായ AP ഉസ്താദ് മാത്രമാണ്. എന്തെല്ലാം കാര്യത്തിൽ അദ്ദേഹം പ്രതികരിക്കും എന്നുള്ളതിന് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. കേന്ദ്രത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരായി കുറെ ബില്ലുകൾ പാസാക്കി. ആ പാസാക്കിയെടുക്കുമ്പോൾ ഉസ്താദ് അതെല്ലാം കേൾക്കും. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ അത് പത്രത്തിൽ വരും. അപ്പോൾ ഏത് കാര്യവും ശ്രദ്ധിച്ചും കൊണ്ട് മഹാനവറുകൾ പ്രസ്താവന നൽകുന്നത് നമ്മുടെ ദീനിനെ ഓർത്തുകൊണ്ടാണ്. പിന്നെ ചോദിച്ചത്, നിങ്ങൾക്ക് ഏറ്റവും മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉസ്താദ് അവറുകൾ പറഞ്ഞത്, തങ്ങളെ ഒരു കല്യാണം എടുക്കുമ്പോൾ 5000 ആൾക്കാർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കും. അല്ലെങ്കിൽ 6000 ചിലപ്പോൾ 7000 വരും. എന്നാൽ അത് ഒരു ദിവസത്തേക്കല്ല, ഒരു വഖത്തിന് മാത്രമാണ്. പക്ഷേ എൻ്റെ കോളേജിൽ, എൻ്റെ യതീം ഖാനയിൽ ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഏകദേശം 9000 യതീമുകൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കൂ, ഒരു മംഗലം എടുക്കുമ്പോൾ നാം 5000 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കും. അതിന് വലിയ പ്ലാനിങ് എല്ലാം ഉണ്ടാവും. അത് നെയ്ച്ചോറാവാ, ബിരിയാണി ആവാ, കുസ്കാവ, ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് അത് ഒരു വഖത്തിന് മാത്രം. പക്ഷേ കാന്തപുരം ഉസ്താദ് എല്ലാ ദിവസത്തിലും മക്കൾക്ക് ഇത് കൊടുക്കും. ഇത് വലിയ ഒരു അത്ഭുതമാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. അതാണ് എനിക്ക് ഏറ്റവും മനസ്സിന് സമാധാനം നൽകുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ മർക്കസിൻ്റെ ലെവലിൽ ഒരുപാട് കുടിക്കുന്ന വെള്ളത്തിന് വേണ്ടി കേരളത്തിലും കർണാടകയിലും വെസ്റ്റ് ബംഗാളിലും ഒരുപാട് കിണറുകൾ ഞങ്ങൾ കുഴിച്ചു കൊടുത്തു. അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ ഏറ്റെടുത്തത്. അപ്പോൾ എന്തെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മർക്കസിൽ നിന്ന് മഹാനായ കാന്തപുരം ഉസ്താദ് ചെയ്യുന്നത് നാം ഒക്കെ മനസ്സിലാക്കണം, ചിന്തിക്കണം. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ കാന്തപുരം ഉസ്താദിന്റെ അത്ര പ്രസ്താവനകളെ കൊണ്ടോ ചർച്ചകളെ കൊണ്ടോ ചീത്ത വാക്കുകളെ കൊണ്ടോ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ഒരേ ഒരാൾ അത് കാന്തപുരം ഉസ്താദാണ്. എല്ലാ നിലക്കും അദ്ദേഹത്തെ ചീത്ത പറയുന്ന ആളുകളുണ്ട്.
എങ്ങനെയെങ്കിലും ഒന്നെങ്കിലും ചെയ്ത കാര്യത്തിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കും. അപ്പോൾ മനസ്സിന് വലിയ വേദന ഉണ്ടാകും എന്ന് ഉസ്താദ് അവറുകൾ പറഞ്ഞപ്പോൾ അവിടുന്ന് ചോദിച്ചു, നിങ്ങളുടെ മനസ്സിന് ഏറ്റവും അധികം സങ്കടപ്പെട്ട അവസ്ഥ ഏതായിരുന്നു? ഏറ്റവും അധികം സങ്കടം ഉണ്ടായ സമയം ഏതായിരുന്നു? അപ്പോൾ കാന്തപുരം ഉസ്താദ് പറഞ്ഞത്, തങ്ങളെ എൻ്റെ ശത്രുക്കൾ എന്നെ ഒരുപാട് പറഞ്ഞു, ചീത്ത പറഞ്ഞു, ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല. പക്ഷേ ഞാൻ അതിനെയൊന്നും എൻ്റെ മനസ്സിലേക്ക് ഞാൻ എടുക്കാറില്ല. അത് കേൾക്കും, ഞാൻ അങ്ങനെ വിടും. പക്ഷേ ഒരു കാര്യം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അത് തട്ടിയിരിക്കുന്നു. അതെനിക്ക് വലിയ സങ്കടമാണ്. അത് ഏതാണ്? തങ്ങളെ എന്നെ പറഞ്ഞു അവർ എൻ്റെ പേരിൽ വ്യഭിചാര ആരോപണം ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും മനസ്സിൽ വേദനയുള്ള നൊമ്പലമുള്ള അവസ്ഥയാണ്. വേറെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അവരെന്നെ അങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എത്രയെല്ലാം പറഞ്ഞിട്ട് തീർത്തു. പക്ഷേ ഒരു കാര്യം മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയത് ഉസ്താദ് അത് വിട്ടിട്ടില്ല, മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഉസ്താദ് ശാന്തതയുടെ രൂപമാണ്, സമാധാനത്തിൻ്റെ രൂപമാണ്. ആരോടും എടുത്തുചാട്ടമില്ല. എല്ലാം സമാധാനത്തോടുകൂടെ ചെയ്യുന്ന, സമാധാനത്തോടുകൂടെ പ്രവർത്തിക്കുന്ന, സമാധാനത്തോടുകൂടെ കാര്യങ്ങൾ വിവരിച്ചു പറയുന്ന ഒരു മഹാനാണ്. കോഴിക്കോട് മൈത്രി ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം ഏകദേശം 1 മാസത്തോളം അഡ്മിറ്റായ ആ കാലയളവിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ആളുകളില്ല. എല്ലാവരും പ്രാർത്ഥിച്ചു. അതല്ല ഏറ്റവും വലിയ അത്ഭുതം, മഹാനവറുകളുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെടുവാൻ 4444 ഖതം ഓതി തീർത്തവരാണ് മർക്കസിലുള്ള വിദ്യാർത്ഥികൾ. ഇതൊന്നും ചെറിയ കാര്യമൊന്നുമല്ല. നമുക്ക് റമദാൻ മുഴുവനും എന്നിട്ട് ഓതിയാലും ഒരു ഖതം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളിടത്ത് 1 മാസത്ത് മർക്കസിന്റെ വിദ്യാർത്ഥികൾ 4444 ഖതമുകളാണ് തീർത്തത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ആദ്യകാലത്ത് ഉസ്താദ് എനിക്ക് അത്ര വലിയ ഇപ്പത്തെ പോലത്തെ ഒരു സ്നേഹമുള്ള സമയമല്ല. 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നു. അതായത് ഇവിടെ താജുൽ ഉലമയുടെ വീട് ഉണ്ട്. ആ റൂമാണ്, പഴയ റൂം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മഹാനായ താജുൽ ഉലമ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവറുകളുടെ റൂമിലേക്ക് ഞാൻ പോയി. എൻ്റെ കൂടെ പൈവളിക തങ്ങളും ഉണ്ടായിരുന്നു, സയ്യിദ് അബ്ദുള്ള തങ്ങൾ. 2 പേരും പോകുമ്പോൾ അവിടെ പുറത്ത് ആളുകൾ കസേരയിട്ടിരിക്കുന്നു. ഞാനും തങ്ങളും അതാ വാതിൽ
മുട്ടാതെ നേരെ കയറി ഉള്ളിലേക്ക് പോയി. ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ അവിടെ മഹാനായ താജുൽ ഉലമ അസർ നമസ്കാരം നമസ്കരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പുറം മഹാനായ കാന്തപുരം ഉസ്താദ് അവിടെ ഇരിക്കുന്നു. നമ്മൾ റൂമിലേക്ക് ആ വാതിലൊന്നും തട്ടാതെ നേരെ അകത്തേക്ക് പോയപ്പോൾ നമ്മൾ ഒരു നോട്ടം. ആര് നോക്കി? ഉസ്താദ് നമ്മളെ നോക്കി. അതായത് താജുൽ ഉലമയുടെ റൂമിലേക്ക് കയറുമ്പോൾ എത്ര വലിയ ആളാണെങ്കിലും ഒന്നവിടെ കാത്തു നിന്ന് മുട്ടി എന്നിട്ട് തങ്ങളവിടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ കടക്കുകയുള്ളൂ. ഇവർ നേരെ ഇങ്ങോട്ട് വന്നല്ലോ, അപ്പൊ ഇവർ ആരായിരിക്കും? അങ്ങനെ അകത്ത് കയറി ഞങ്ങൾ ഇരുന്നപ്പോൾ കാന്തപുരം ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ ആരാ? അപ്പോ നമ്മൾ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ചെറിയ ഒരു സയ്യിദന്മാരാണ്. ആ, ചെറിയതെന്ന് പറയണ്ട, വലുത് തന്നെ പറഞ്ഞോളൂ. ഇപ്പോൾ സ്റ്റേജിൽ നിങ്ങൾ നോക്കിയാൽ എല്ലാം വലിയ വലിയ സാദാത്തുക്കളാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഒരു സയ്യിദ് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് ചെറിയ സയ്യിദ് എന്ന് പറഞ്ഞു. എന്നിട്ട് തങ്ങൾ അവിടെ നമസ്കരിക്കുന്നുണ്ട്. കാന്തപുരം ഉസ്താദിനോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ എപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാന്തപുരം ഉസ്താദ് അവിടുന്ന് പറഞ്ഞു, വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. എനിക്ക് സയ്യിദന്മാരോട് വളരെയധികം വിലയുണ്ട്. അവരുടെ ബർക്കത്ത് കൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ സ്ഥാനത്തായത് എന്ന് വലിയ സന്തോഷത്തോടുകൂടെ കാന്തപുരം ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ച ശേഷം അതാ ഉസ്താദ് ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നു. എന്താണ് ചോദിച്ചത്? അപ്പൊ തങ്ങൾക്ക് ജോലി എന്താണ്? നിങ്ങൾ മനസ്സിലാക്കണം. കാന്തപുരം ഉസ്താദ് ചോദിക്കുന്നു, തങ്ങൾക്ക് എന്താണ് ജോലിയെന്ന്. അതിന് ഉത്തരം കൊടുത്തത് ഞാനല്ല. നമസ്കാരം കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ സലാം വീട്ടുകയാണ് താജുൽ ഉലമ. താജുൽ ഉലമ സലാം വീട്ടുന്നതും അദ്ദേഹത്തിന്റെ മറുപടി കൊടുത്തതും എങ്ങനെ? നിങ്ങൾ എന്തിനാ അദ്ദേഹത്തിന്റെ ജോലി ചോദിക്കുന്നത്? അയാൾക്ക് ഇഷ്ടം പോലെ കാശുണ്ട്, ഇഷ്ടം പോലെ ആളുണ്ട്. നിങ്ങൾ അയാൾക്ക് ജോലിയൊന്നും ആക്കി കൊടുക്കണ്ട, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ആര് പറഞ്ഞു? താജുൽ ഉലമ പറഞ്ഞു. ഉസ്താദ് ആകെ ഒരു ചമ്മിപ്പോയി. ഇതെന്ത് സംഭവം? ഈ തങ്ങൾ ഇത്രക്കും ഒരു വലിയൊരു കാര്യം. അതിൻ്റെ ശേഷം താജുൽ ഉലമ ഇങ്ങനെ ഉത്തരം പറഞ്ഞു കൊടുത്തതിന് ശേഷം കാന്തപുരം ഉസ്താദ് ഒരു സ്ഥലത്തും എന്നെ മറന്നിട്ടില്ല. എവിടെ കണ്ടാലും ശരിക്കും എന്താ താവുന്ന തങ്ങളെ സുഖനല്ലേ എന്ന് ചോദിക്കും അല്ലേ. ഇനി രണ്ടാമത്തെ ഒരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എട്ടിക്കുളത്ത് മസൂദിന്റെ സഹോദരിയുടെ കല്യാണത്തിന്റെ ദിവസം ആ കല്യാണത്തിന് കൂടാൻ വേണ്ടിയിട്ട് ഞാനും നമ്മളെ പയ്യക്കി തങ്ങളും ഒന്നായിട്ട് അവിടത്തേക്ക് പോയി. അവിടെ പോയി കല്യാണത്തിന് നല്ല കല്യാണം, നല്ല ഭക്ഷണം എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു വരുമ്പോൾ ഉസ്താദിനെ കണ്ടു. ഉസ്താദിൻ്റെ അടുത്ത് പോയിരുന്നു.
എന്നിട്ട് ദ്വാരക്കനെല്ലാം പറഞ്ഞു. ദ്വാരക്കനെല്ലാം പറഞ്ഞപ്പോൾ ഉസ്താദ് നമ്മളോട് ദ്വാരക്കാനും പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഉസ്താദേ, നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞങ്ങളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനാണ് നിങ്ങളടുത്ത് വന്നത്. ഒരു കാര്യം പറയാൻ, ചോദ്യം ചോദിക്കാൻ, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നിങ്ങൾ ആ കാര്യം കേട്ടിട്ട് ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. എനിക്കങ്ങനെ ഒന്നും വിഷമമൊന്നും ഉണ്ടാവൂല, നിങ്ങൾ പറഞ്ഞോളിയും, ഞാൻ സമ്മതം തന്നല്ലോ എന്നാര് പറഞ്ഞു? കാന്തപുരം ഉസ്താദ്, നമ്മുടെ ഖാദി അവറുകൾ പറഞ്ഞു. അപ്പോൾ വളരെ വിഷമത്തിൻ്റെ സൗണ്ടിലായിട്ട് മെല്ലെ പറയാൻ തുടങ്ങി നമ്മൾ, ഉസ്താദെ, ഇന്ന് നിങ്ങൾ സുൽത്താനുൽ ഉലമയാണ്, ശരി, ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണ്, ശരി, എല്ലാ സയ്യിദന്മാരും നിങ്ങളെ ബഹുമാനിക്കുന്നു, ശരി തന്നെ. നാട്ടിലും വിദേശങ്ങളിലുമായി ഏകദേശം 39 രാജ്യങ്ങൾ നിങ്ങൾ സന്ദർശിച്ചു, ശരി. നിങ്ങൾ ആബിദാണ്, ശരി. നിങ്ങൾ വാഗ്മിയാണ്, ശരി. നിങ്ങൾ കേരളം കണ്ട ഏറ്റവും വലിയ നേതാവാണ്, ശരി. കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഓരോ പാർട്ടിയുടെ നേതാക്കൾ നിങ്ങളുടെ മർക്കസിൽ വരുന്നില്ലേ? വരുന്നുണ്ട്. അവരോട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാറില്ലേ? സംസാരിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ് നിങ്ങൾ. അതിനു മീതെ നിങ്ങൾ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയുമാണ്. അതെ, ശരിയാണ്. പക്ഷേ, അതായത് ബട്ട്, ഇംഗ്ലീഷിൽ ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞ് പൊക്കിയിട്ടെല്ലാം വെച്ചാൽ അവസാനം ഒരു ബട്ട് പറഞ്ഞാൽ അതെല്ലാം ഫെയിലായി, ആ പറഞ്ഞതൊക്കെ പോയി. അപ്പോൾ കാന്തപുരം ഉസ്താദിന്റെ മുഖം, പിന്നെ ഞാൻ നിർത്തുന്നില്ലല്ലോ, ഓരോന്നിങ്ങനെ പറയുകയല്ലേ, അപ്പൊ എന്താണ്, കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നില്ലല്ലോ എന്ന് ഉസ്താദ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മറുപടി ഇതായിരുന്നു. ഏത്? ഉസ്താദേ, നിങ്ങൾ സയ്യിദല്ല. എന്തു പറഞ്ഞത്? നിങ്ങൾ സയ്യിദല്ല. ഉസ്താദിനപ്പോൾ ഒരു ഷോക്കേറ്റ പോലെ ആയിപ്പോയി. അല്ല, ഇതെല്ലാം നിങ്ങൾ എവിടുന്ന് കണ്ടുപിടിക്കുന്നു? അതില്ല, ഓരോ സമയത്ത് അങ്ങനെ ചോദിച്ചു പോകും, അത്ര തന്നെ. ഉസ്താദ് വേദന ആയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചെയ്യണം, മനസ്സിൽ അതിനെ വെക്കരുത്. എനിക്കങ്ങനെയൊന്നുമില്ല, ഇത് വിഷമമായിട്ടില്ല, പക്ഷേ നിങ്ങൾ പറഞ്ഞു തന്നത് വളരെ നന്നായി. അത് നമുക്കും ഒരു പ്രശസ്തി, ഒരു ബിരുദ് കൊടുക്കുന്നത് പോലെയല്ല. ഈ തങ്ങന്മാർ, സയ്യിദന്മാർ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ, മുഹമ്മദ് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുടുംബ പരമ്പരയിൽ നിന്ന് വന്നത് കൊണ്ടാണ് അതങ്ങനെ പേര് വരാൻ കാരണം. അപ്പോൾ ഉസ്താദിനോട് പിന്നെ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാ തങ്ങന്മാരെക്കാളും എല്ലാ പണ്ഡിതന്മാരെക്കാളും നിങ്ങൾ ഉയർന്ന സ്ഥാനത്താണ് ഉള്ളത്. എല്ലാവർക്കും നിങ്ങളെ പേടിയാണ്, നിങ്ങൾക്ക് ആരെയും പേടിയില്ല. എത്ര വലിയ സയ്യിദാവട്ടെ, അത് കേരളത്തിലോ കർണാടകയിലോ ഇനി വിദേശത്തോ, എല്ലാവരും നിങ്ങളെ പേടിക്കുന്നു, നിങ്ങളെ ബഹുമാനിക്കുന്നു, നിങ്ങളെ ആദരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് വളരെ സന്തോഷത്തോടുകൂടെ ദുആ ചെയ്തു പിരിഞ്ഞു. അപ്പോൾ നിങ്ങൾ പ്രത്യേകം എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ആയുസ്സുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞു ഇവിടെ നടക്കുന്ന ഉറൂസിൻ അല്ലാഹു ഈ വേദിയിൽ ഇരുത്തിയതുപോലെ 5 വർഷം കഴിഞ്ഞും ഇങ്ങനെ ഇരിക്കുവാനുള്ള
തൗഫീഖും ഭാഗ്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ സുൽത്താനുൽ ഉലമക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഇവിടെ ഖാദിയായി ഒരുപാട് കൊല്ലം സേവനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെ ഇസ്സത്തോടുകൂടി ജീവിപ്പിക്കട്ടെ, ഈമാനോടുകൂടെ സലാമത്താക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയും പറഞ്ഞു ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.